കാസർഗോഡ് അമ്പലത്തറയിൽ 7.25 കോടി രൂപയുടെ നിരോധിത നോട്ടുകൾ പിടിച്ചെടുത്തു. പ്രവാസിയായ ബാബുരാജ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള വീട്ടിൽ നിന്നാണ് ഈ നോട്ടുകളൊക്കെ കണ്ടെത്തിയത്. നിരോധിച്ച 2000 രൂപയുടെ നോട്ടുകളും അവയിൽ ഉണ്ടായിരുന്നു. പാണത്തൂർ സ്വദേശി കസ്റ്റഡിയിലായിട്ടുണ്ട്. സാരംഗ് സുരേഷിന്റെ വിശദാംശങ്ങളുമായി. സാരംഗ്, ഇത്രയും നിരോധിത നോട്ടുകൾ നല്ല രീതിയിൽ ശരിയായ രീതിയിൽ കൊണ്ടുവന്നതല്ലെന്ന് എല്ലാവർക്കും മനസ്സിലാകുന്നു. പക്ഷേ 7.25 കോടിയുടെ നിരോധിത നോട്ടുകൾ എന്തായിരുന്നു? ഇയാൾ ഒറ്റയ്ക്കായിരുന്നോ? അനശ്വര, ഇന്ന് വൈകിട്ടോടുകൂടിയാണ് കാസർഗോഡ് അമ്പലത്തറയിൽ നിന്ന് 7.25 കോടിയുടെ 2000 നമ്മുടെ വിപണിയിൽ നിന്ന് പിൻവലിച്ച 2000 രൂപയുടെ നോട്ടുകൾ പിടിച്ചെടുത്തത്. പോലീസിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു. കാസർഗോഡ് എസ് പിക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് അമ്പലത്തറ പോലീസ് സംഘം ഈ സ്ഥലത്തെത്തുകയും വാടക വീട്ടിൽ പരിശോധന നടത്തുകയും ചെയ്തത്. ഈ പരിശോധന നടത്തിയതിൽ പിടിച്ചെടുത്ത നോട്ടുകളുടെ കൂട്ടത്തിൽ കള്ളനോട്ടുകളും കൂടിയുണ്ട് എന്നുള്ളൊരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും 2 വർഷം മുൻപ് വീട്ടുടമസ്ഥൻ ഈ പാണത്തൂർ സ്വദേശിയായ അബ്ദുൾ റസാഖിനെ വീട് വാടകയ്ക്ക് കൊടുത്തിരുന്നു. അതിനുശേഷം വല്ലപ്പോഴും ഒക്കെ തന്നെയായിരുന്നു അബ്ദുൾ റസാഖ് ഈ വീട്ടിലോട്ട് വന്നിരുന്നത്. വീട് ഏറിയ പങ്കും അടച്ചിടുന്നൊരു സ്വഭാവം ഇവിടെ ഉണ്ടായിരുന്നു. മാത്രമല്ല, അവിടെ എത്തുന്ന ആളുകൾക്ക് അതുപോലെ തന്നെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും ആരാധനാലയങ്ങൾക്കും ഒക്കെ തന്നെ വലിയ തോതിൽ തുക നൽകിയിരുന്ന ഒരാളായിരുന്നു അബ്ദുൾ റസാഖ് എന്നുള്ള ഒരു രീതിയിലുള്ള പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വരുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങളുമായി വലിയ സൗഹാർദ്ദം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമവും ഇയാൾ നടത്തിയിരുന്നു. എന്തു തന്നെയായാലും ഇത്തരത്തിൽ നല്ലൊരു രീതിയിലല്ല, എന്തായാലും ഒരു ദുരൂഹത ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഈ അബ്ദുൾ റസാഖിനെ ചോദ്യം ചെയ്താൽ മാത്രമേ ഈ വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ. ശരി.